guys, welcome to my യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് എന്താണെന്നറിയോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പേളി മാണിയുടെ എന്താ പറയുക പ്രോൺ ബിരിയാണി അത് കണ്ടപ്പം എനിക്കല്ല അമ്മയ്ക്കത് ഉണ്ടാക്കാൻ ഒരു പൂതി. സോ നമുക്ക് പ്രോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് എന്ത് ചെയ്യാം, ഇതിനെന്താ പറയാ, ഫ്രൈ ചെയ്തെടുക്കാം. ബിക്കോസ് സവാള ഇസ് വൺ ഓഫ് ദ മെയിൻ എലമെന്റ് ഇൻ ബിരിയാണി, വി നോ ദാറ്റ്. ആൻഡ് ഇവിടെ നോക്കൂ, നമ്മുടെ പ്രോൺസിന് മസാലയൊക്കെ പെരട്ടി ഇരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഉണ്ടാക്കിയാലോ നിങ്ങൾ കൂടെ ഇല്ലേ? ഇങ്ങനെ നമ്മുടെ സവാള ഇതിൽ റെഡിയാണ്. പിന്നെ പേളിമണി കുറേ മല്ലിയില ഇടുന്നുണ്ട്, അപ്പോൾ നമ്മൾ കുറേ മല്ലിയില റെഡി ആക്കിയിട്ടുണ്ട്. ആൻഡ് ഉള്ളി, ചുവന്നുള്ളി, നമ്മുടെ തക്കാളി റെഡിയാണ്. ആൻഡ് നമ്മുടെ അരി നമ്മൾക്ക് ഇത് ചെയ്യാനുണ്ട്. ഇതെന്ത് അരിയാ? കൈമ റൈസ്, ഉറുമനെ കളയാം. ഇതെന്താ പേസ്റ്റ് ആണോ? ചില്ലി ക്രഷ്. ഗൈസ്, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല. അപ്പോൾ എൻ്റെ വിത്തൗട്ട് മേക്കപ്പ് ലുക്ക്, റോ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു? താങ്ക് യു ഗൈസ്. നമ്മുടെ ബിരിയാണിയിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ട്. എന്താ? കശുവണ്ടി. അമ്മ എവിടെ കശുവണ്ടി? കശുവണ്ടി ഇല്ലയെന്ന് അത് വിളിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഡാഡിനെ വിളിച്ച് കശുവണ്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയട്ടെ. അങ്ങനെ നമ്മുടെ സവാരി ബിരിയാണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പരുവത്തിൽ കിട്ടണം, ഗോൾഡൻ. അത് ഇച്ചിരി ഗോൾഡൻ കുറവുണ്ട്. പിന്നെ ഞാൻ അമ്മേനെ കാണിക്കുന്നില്ല, അമ്മേനെ കാണിച്ചത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. ഹെൽപ്പാണോ? നമുക്ക് ഹെൽപ്പ് വേണ്ട, പക്ഷെ ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തക്കാളി വെരി യു മസ്റ്റ് ഈറ്റ്. എന്ത് ടേസ്റ്റ് അല്ലേ തക്കാളിക്ക്? കുറച്ച് കശുവണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പഴുത്ത് തിന്നുകയുള്ളൂ. കശുവണ്ടി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പ്രോൺസ് എന്തെങ്കിലും ഫ്രൈ ആവണം. ഇത്രയും പ്രോൺസ് ഉള്ളൂ, കുറവാ. പിന്നെ ഞാനായി പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുള്ള പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുക. വെള്ളാരത്താരം പിന്നിൽ തേവ അതിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യില്ല. എനർജിയായിട്ട് പറഞ്ഞേ, അങ്ങനെ യൂസ് കേൾക്കാൻ പറ്റുള്ളൂ. നന്നായി മിക്സ് ചെയ്യണം. പക്ഷെ നമ്മൾ ബിരിയാണിയുടെ മസാലയാണോ അതോ പ്രോൺസിൻ്റെ മസാലയാണോ? അപ്പം നമുക്കിത് നല്ല ഷോർട്ടായി കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മൾ പറഞ്ഞ ഷോർട്ടായി എന്തൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്തു. ഇനി എന്താ ആഡ് ചെയ്യാൻ പോകും? മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നു. നമ്മളടുത്ത് മുളക് പൊടി ആഡ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ മസാലകളുടെ ഒരു പച്ചമണം മാറണ വരെ നമ്മൾ മിക്സ് ആക്കണം അല്ലേ? കുറച്ച് മഞ്ഞളും ഇടാം. ഓക്കെ, മിക്സ് ചെയ്തോളൂ. കറക്റ്റായി മിക്സ് ആക്കിക്കോളൂ. ഇനി എന്താ ഇടാനുള്ളത്? പൊടിക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഇട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചമണം മാറുന്ന വരെ മിക്സ് ആക്കാം. പുതിനയിലയും ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പുതിനയും ആഡ് ചെയ്യാം. അതിടുമ്പോൾ നമുക്കൊരു ഈ ബിരിയാണിയിൽ കുറേ മല്ലിയില ഇട്ട് നോക്കാം. തക്കാളി ആഡ് ചെയ്യുന്നതാണ്. തക്കാളി ഇടുമ്പോൾ എന്താ ഭംഗി അല്ലേ ഗായ്സ്?
സോൾട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൂടെ ചെമ്മീൻ ഇടും അല്ലേ? നമ്മുടെ കറി ഇപ്പോ പറ ഇതുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ആളെ അമ്മ, എന്നിട്ട് അമ്മ ഒരു അക്ഷരം വേണ്ടില്ല പറ. സോപ്പ് ചെയ്യുന്നത് സോപ്പ് ശരിക്കും നന്നായിട്ട് ആവട്ടെ, കൂടെ ആവാനുണ്ട്. അല്ല ഈ അമ്മയ്ക്ക് ഒരു പറയാൻ നന്നായിട്ട് സോപ്പ് ചെയ്ത് ഈ ചപ്പാത്തി നന്നായിട്ട് മെൽറ്റാവണം. അങ്ങനെ നമ്മുടെ മെയിൻ ഹീറോനെ നമ്മൾ കറിയിലൂടെ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രോൺസ്. ഇനി നമുക്ക് അരി നമ്മൾ വേവിച്ചോ? അരി കഴിക്കാൻ പോകുന്നു. അരി വേവിക്കാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മുടെ പ്രോൺസ് അങ്ങനെ ഇപ്പം നല്ല കടിയുള്ള കഷ്ണങ്ങൾ എനിക്ക്. ഓക്കെ ഹായ് ഗായ്സ്. അപ്പം നമ്മളുടെ കശ്വണ്ടി ഞാൻ ഡാഡിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാഡിനെ ഫോൺ വെച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ പൊന്നു ഞാൻ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡാഡി ചോദിച്ചു എന്തിനാണ് ഇവിടെ കശ്വണ്ടി മേടിക്കണേന്ന്. ഞാൻ പറഞ്ഞു ബിരിയാണിയിൽ ഇടാനാണ്. ബിക്കോസ് ഡാഡി ഡസൻ ട്രസ്റ്റ് മീ വിത്ത് കശ്വണ്ടി. അതെന്താ അങ്ങനെ? കശ്വണ്ടി പിന്നെ നമ്മൾ തിന്നാനല്ലേ അവിടെ വാങ്ങിച്ചു വയ്ക്കുന്നത് ഗൈസ് അല്ലേ? ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്, കറക്റ്റാ. നമ്മൾ റൈസിൻ്റെ പ്രിപ്പറേഷനിലോട്ടേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ റൈസിൻ്റെ പാത്രം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറ. ഗീ ഒഴിക്കുന്നു. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യും 2 ഏലക്കായ. ഓക്കെ ദെൻ അടുത്തത് എന്താ ഇടും. നമ്മൾ സ്റ്റിക്ക് ഇടുന്നു. സ്റ്റിക്ക് ഇത് സിനമൺ സ്റ്റിക്ക് എന്നല്ലേ അതിനെ പറയാം. കേട്ടോ നമ്മളിതിലേക്ക് ഒരു സ്റ്റാർ ഇടുന്നു. സ്റ്റാർ ഒരു ബേ ലീഫ് ഇട്ടു. 2 ബേ ലീഫ് ഇട്ടു. ബേ ലീഫ് അത്യാവശ്യം ഫ്ലേവറിന് നല്ലതായിരിക്കും. ഇനി നമ്മളിതിലോട്ട് കുരുമുളകും കൂടി ഇട്ടു. നെയ്യ്. ഇത് നമ്മളുണ്ടാക്കിയ നമ്മുടെ നെയ്യാണ്. അത് പറ ഓഡിയൻസിൻ്റെ അടുത്ത്. ഞങ്ങളുടെ ഹോം മെയ്ഡ് നെയ്യാണ്. അമ്മ ഉണ്ടാക്കി വെച്ചേക്കണ നെയ്യാണ്. ഞങ്ങൾ പുറത്തുനിന്ന് നെയ്യ് മേടിക്കാണ്ട് വെച്ചേക്കണം. അതുപോലെ അമ്മ ബട്ടർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അമ്മയുടെ കണക്കനുസരിച്ച് എത്ര ഗ്ലാസ് അരിയാണോ അതിന് ഡബിൾ വെള്ളം ഒഴിക്കണം. ഓക്കെ ഇതെന്താ ചെയ്യണം? ഇപ്പൊ നമ്മള് അരി വറക്കാണോ? ഇതിന്റെ ഉദ്ദേശം എന്തിനാ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പ്രോൺസ് ബിരിയാണി ടെക്നിക്ക് ട്രൈ ചെയ്യണം. പ്രോൺസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് നമ്മുടെ അരിയിലോട്ട്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഫ്ലേവർ പിടിക്കാനായിട്ട് നല്ലോണം മിക്സ്. ആ കളർ കണ്ടു ഗൈസ്. ബട്ട് ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ മെയിൻ സംഭവത്തിലോട്ട് കടക്കാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആ 10 ഗ്ലാസ് അരിയില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇടും. 10 ഗ്ലാസ് അല്ല, 5 ഗ്ലാസ് അരിയും 10 ഗ്ലാസ് വെള്ളം. സോറി കണക്ക്. ഇനിയും എത്ര മിനിറ്റ് നമ്മൾ വെള്ളം മറ്റുള്ളവരെ നമുക്ക് വേവിക്കാം, അടച്ചു വെക്കാം. അമ്മ ഈ കുക്കിംഗ് ഈ പറയണത് എവിടെ ഇൻസ്പയർഡ് ആയി ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി? മണിയുടെ കണ്ടപ്പോൾ എനിക്ക് ഇൻസ്പയർഡായി, രസം തോന്നി. ഇതിനെ കുറച്ച് ഈ ആഡ് ചെയ്യണം. ഇത് അടച്ച് വെച്ച് അടച്ച് വെക്കാല്ലേ നമുക്ക്. നമ്മളത് അടയ്ക്കാൻ പോവുകയാണ്. ഓക്കെ അടയ്ക്കാം. നമ്മളത് അടച്ച് വെച്ചിട്ട് ആ കൈപൊള്ളി 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ദം ചെയ്യാനാണ് പോകുന്നത്. നമ്മളത് നെയ്യിടുന്നു. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ അമ്മ. നെയ്യില്ലാത്ത സ്ഥലം ചൂട്. ഉപ്പുണ്ട്. നമ്മുടെ കശ്മീരി കാണിച്ച് ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത് വന്ന കശ്മീരിയാണ്. രണ്ട് കശ്മീരി തരി. നമ്മൾ വേവിച്ച് കഴിഞ്ഞ് 8 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞിട്ട്
അതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് പയ്യെ മിക്സ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി അങ്ങനെ റെഡിയായി. ഇനി നല്ല ആവി വറക്കണ ഇതുണ്ടോ, ആവി ഞാനത് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളുടെ റായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഇനിയുണ്ട് നല്ലതാണ്. കൂടുതൽ ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് സെൽഫ് സർവീസ് ആകും അല്ലേ ഗൈസ്? എനിക്ക് കുറച്ച് മതി, കാരണം ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ രാത്രി ജിമ്മ ടൈമിൽ ഞാൻ അധികം കഴിക്കില്ല. സോ ഇത്രയും മതിയാവും. ശരി, നല്ല ചൂടുണ്ട്, കുറച്ചും കൂടി എടുക്കാല്ലേ? ഓക്കെ, മതി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രോൺസ്, ഇത് അച്ചാറ് ഒക്കെ കൂടി അമ്മ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് പൊക്കി പറയാൻ അവർക്ക് തോന്നുമല്ലോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സോ ഞാൻ അടുത്തത് നല്ല ടേസ്റ്റാണ്. വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല മോയിസ്റ്റാണ്. നല്ല എഫേർട്ട് എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. നല്ല പ്രോൺസ് മസാലയാണ്. പിന്നെ നാരങ്ങച്ചാറ് അമ്മയുടെ അടിപൊളിയാണ്. അതും കൂടി കൂട്ടണം. പപ്പടം കൂടി വേണമായിരുന്നു. നോക്കോ? Do try this, and thank you Pearly Money for this recipe. We love it.